ഞാനിപ്പോൾ നിൽക്കുന്നത് പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുന്നിലാണ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് തുടങ്ങി നിരവധി ജില്ലകളിൽ നിന്ന് നിരവധി രോഗികൾ ഇവിടേക്ക് ദൈനംദിനം എത്താറുണ്ട്. ഏകദേശം ആയിരക്കണക്കിന് രോഗികളാണ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തിച്ചേരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്തെന്നാൽ കണ്ണൂർ ഭാഗത്തേക്കും അതുപോലെ കണ്ണൂരിൽ നിന്ന് പരിയാരത്തേക്ക് വരുന്ന ഭാഗത്തേക്കും ബസ് ഇറങ്ങുമ്പോഴും ബസ് കയറുവാൻ നിൽക്കുമ്പോഴും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല എന്നതാണ് ഇപ്പോൾ ഇവിടെ നേരിടുന്ന പ്രധാന പ്രശ്നം. കത്തുന്ന വെയിലായാലും പെയ്യുന്ന പെരുമഴയായാലും മെഡിക്കൽ കോളേജിലെത്തുന്നവർക്ക് ഒന്ന് കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ല. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും ചികിത്സ കഴിഞ്ഞ് മടങ്ങുന്നവർക്കും ഇവിടേക്കെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഇത് നിത്യജീവിതത്തിലെ ദുരനുഭവമാണ്. ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് ചികിത്സയ്ക്കായും മറ്റാവശ്യങ്ങൾക്കുമായി മെഡിക്കൽ കോളേജിലെത്തുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ, പ്രായമായവർ, അങ്ങനെ ഇവർക്കെല്ലാം ബസ് കാത്തുനിൽക്കുന്ന സമയത്ത് മഴ പെയ്താൽ ഒന്ന് കയറി നിൽക്കാൻ പോലും ഒരു സ്ഥലമില്ലാതെ റോഡരികിൽ നിൽക്കേണ്ടി വരുന്നു. ഒരു മരത്തിന്റെ തണലിലാണ് നിലവിൽ ആൾക്കാർ ബസ് കാത്തു നിൽക്കുന്നത്. ഇരുഭാഗങ്ങളിലും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നത് ആഡംബരമല്ല, മറിച്ച് ഏറ്റവും പ്രാഥമികമായ ആവശ്യമാണ്. നിരന്തരം ഇവിടെ നിരവധി യാത്രക്കാരും അതോടൊപ്പം തന്നെ രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ഒക്കെ വന്നു പോകുന്ന ഒരു വലിയ സ്ഥാപനമാണ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. അതോടൊപ്പം തന്നെ ആയുർവേദ മെഡിക്കൽ കോളേജ്. ഈ രണ്ട് സ്ഥാപനങ്ങളിലേക്കും നിത്യേന നിരവധി ആളുകൾ വന്നു ചേരുകയാണ്. ഇവർക്കിവിടെ ഇരിക്കാനോ ഒന്ന് വിശ്രമിക്കാനോ പോലുള്ള ഒരു അവസ്ഥയില്ല. മഴയും വെയിലും കൊണ്ട് വെയിലത്ത് നിന്നിട്ടാണ് യാത്രക്കാർ സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ നിലയിലുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ഒരു വെയിറ്റിംഗ് ഷെഡ് നമുക്ക് സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. കോടികൾ ചിലവഴിച്ച് വലിയ വികസനങ്ങൾ നടത്തുമ്പോഴും സാധാരണക്കാരായ യാത്രക്കാരുടെയും രോഗികളുടെയും ഈ ദുരിതം അധികൃതർ കാണാതെ പോകരുത്. എത്രയും വേഗം ഇവിടെ സൗകര്യപ്രദമായ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെയും രോഗികളുടെയും ശക്തമായ ആവശ്യം. രാപ്പകൽ ഭേദമന്യേ മഴയും വെയിലും കൊണ്ടാണ് ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും ബസ് കാത്തു നിൽക്കുന്നത്. ഇത്രയും അടിസ്ഥാന സൗകര്യമുള്ള പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എന്തുകൊണ്ട് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമില്ല എന്ന ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയ്ക്കൊപ്പം അഞ്ജലി ലക്ഷ്മണ, നെറ്റ്വർക്ക് ന്യൂസ്.